സുഹൃത്തുക്കളെ, കേരള സഹകരണ സംഘം നിയമം ഭേദഗതി 2023 മൂന്നാമത്തെ സുപ്രധാനമായ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഈ സമഗ്ര ഭേദഗതിയുടെ ഏഴാമത് ആയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ 14AA 14AA പറയുന്ന സംഗതിയാണ്. 14AA നമുക്കറിയാം, പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സാണ്. അംഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപസ്ഥാപനങ്ങൾ, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാൻ ഉള്ള അധികാരം സംഘത്തിനുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അതിനെ സംബന്ധിച്ച് 5 ഉപവകുപ്പുകളാണ് ഈ സമഗ്ര ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 14AA സബ്സെക്ഷൻ 2 2A 2B 2C 2D ആൻഡ് 2D എന്നുള്ള നിലയിൽ 5 ഉപവകുപ്പുകൾ ഇതിനോടൊപ്പം ചേർത്തു. വളരെ സിമ്പിളായിട്ടുള്ള വകുപ്പുകളാണ്. അതിൻ്റെ ഒരു ക്രസ്റ്റ്, അതിൻ്റെ സെൻസ് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, നമുക്കറിയാം സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘത്തിൻ്റെ ജനറൽ ബോഡിയിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഒരു റെസൊല്യൂഷൻ എടുത്താൽ അംഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു ഉപസ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അനുമതി, അവകാശം സംഘങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് സെക്ഷൻ 14AA പറയുന്നത്. അത് സംബന്ധിച്ചുള്ള സെക്ഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സബ്സെക്ഷൻ 2A പുതിയതായി കൊണ്ടുവന്ന ക്ലാസ് എന്താണെന്ന് പരിശോധിക്കാം. അതിൽ സബ്സെക്ഷൻ 2A നമുക്കറിയാം, ഒരു സംഘങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവിഷൻ നമ്മുടെ ആക്ട് ആൻഡ് റൂളിൻ്റെ സെക്ഷൻ 56 നെറ്റ് പ്രോഫിറ്റ് ഡിവിഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ സെക്ഷൻ 56 നിബന്ധനകൾക്ക് വകുപ്പ് സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന ഉപനിബന്ധനകൾക്ക് വിധേയമായിട്ട് വേണം ഇവിടെയും പുതിയ സ്ഥാപനത്തിലേക്ക് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്നാണ് കൃത്യമായി അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ അനുബന്ധ സ്ഥാപനത്തിലേക്കുള്ള ഓഹരി മൂലധന വിഹിതം അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സഹായം, ഇവയൊക്കെ സെക്ഷൻ 56 വകുപ്പ് 2 വിധേയമായിട്ട് വേണം, ആ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വേണം നടപ്പിലാക്കാനുള്ളത്. അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ഡിവിഷൻ ആ രീതിയിൽ ഇതും കൂടി ആഡ് ചെയ്ത് ചെയ്യണം എന്നാണ് ആദ്യമായി തന്നെ പറയുന്നത്. പക്ഷേ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള ഓഹരി മൂലധനം, ഷെയർ ക്യാപിറ്റൽ, അതൊഴികെയുള്ള മറ്റ് ഏതൊരു തുടർ നിക്ഷേപങ്ങളും RCSൻ്റെ കൺകറൻസിന് വിധേയമായിട്ട് ഈ സംഘത്തിൽ നിന്നും ലോണായിട്ട്, വായ്പയായിട്ട് വേണം നൽകാൻ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അതാണ് ഈ ഉപവകുപ്പിൽ 2A പറയുന്നത്. RCSൻ്റെ നിബന്ധനയ്ക്ക് അംഗീകാരത്തിന് വിധേയമായി ലോണായിട്ട്, വായ്പയായിട്ട് അനുവദിക്കേണ്ടതാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതാണ് സബ്സെക്ഷൻ 2A. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ നോക്കിയാൽ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാവും. അതിൻ്റെ വേർഡിങ്സ്, അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി മെറ്റ് ഫ്രം ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പ്രൊവൈഡഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 56. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് ഡിവിഷൻ സെക്ഷൻ 56 ആണ്. ആൻഡ് എനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ സൊസൈറ്റി or bank other than share capital shall be released as loan as per the norms as may be specified by the registrar. കൃത്യമായി അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ധരിക്കുന്നു 2A. ഇവിടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി, ഒരു അമെൻമെൻ്റ് ആണ് 2Bയിലേക്ക്. അതായത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം വാങ്ങുന്ന ഏതൊരു സംഘവും ഇതുപോലെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് സർക്കാർ നോമിനികളെ ഉൾപ്പെടുത്തിയിരിക്കണം. അതൊരു കണ്ടീഷനാണ്. അത് പുതിയതായി വന്ന അമെൻമെൻറ്റിൻ്റെ ഒരു സുപ്രധാനമായ ഒരു ഭേദഗതിയാണ്. സർക്കാർ സാമ്പത്തിക സഹായം സ്വീകരിച്ച സംഘങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡിൽ കേരള സർക്കാരിൻ്റെ നോമിനികളെ സർക്കാർ പറയുന്ന മാനദണ്ഡ പ്രകാരം ഉൾപ്പെടുത്തേണ്ടതാണ്. അതാണ് ഇതിൻ്റെ 2B വേർഷനായിട്ട് വന്നിട്ടുള്ളത്. ആ ടെക്സ്റ്റ് ഞാനത് വായിക്കാം. ഇനി ക്ലിയർ ആയിട്ട് കൂട്ടുകാർക്ക് മനസ്സിലാവും. 2B, any society or bank which had availed any financial assistance from government shall include nominees of Government of Kerala in the board of directors of the subsidiary institution as may be prescribed. വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞ മലയാളം വേർഷൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, സിമ്പിൾ. ഇതിൻ്റെ 2C ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുന്നത്, ഇതിൻ്റെ ആഡിറ്റുമായി ബന്ധപ്പെട്ട ഈ ഇത്തരം സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെ ആഡിറ്റ്
അല്ലെങ്കിൽ മറ്റു രേഖകളുടെ പരിശോധന അല്ലെങ്കിൽ ഒത്തുനോക്കൽ ഇവയെല്ലാം തന്നെ രജിസ്ട്രാർ സമയാസമയം ചെയ്യേണ്ടതാണ്. RCSനാണ് അതിൻ്റെ ചുമതല എന്ന് വ്യക്തം. ഇതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതും കൂട്ടുകാർക്ക് ഇതുപോലെ തന്നെ മനസ്സിലാവും. സബ്സെക്ഷൻ 2C പറയുന്നത് രജിസ്ട്രാർ ഷാൽ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. വെരി സിമ്പിൾ. RCSനാണ് ഉത്തരവാദിത്വം. ഇനി ഈ സെക്ഷൻ 14AA രണ്ടാമത്തെ സെക്ഷൻ്റെ ഒരു സെക്ഷനായിട്ട് 2Dയിൽ ഒരു കാര്യം, ഇത്തരം സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചു. അതിലൊരു റെസൊല്യൂഷൻ എടുക്കുകയും ചെയ്തു. പക്ഷേ ആ ജനറൽ ബോഡി പാസ്സാക്കിയ റെസൊല്യൂഷൻ അത് കൃത്യമായിട്ട് രജിസ്ട്രാറുടെ മുൻകൂർ അനുമതി അല്ലെങ്കിൽ അംഗീകാരം വാങ്ങേണ്ടതാണ്. RCSൻ്റെ അനുമതി ഇല്ലാതെ സംഘം റെസൊല്യൂഷൻ മാത്രം പാസ്സാക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന് വ്യക്തം. ഇതാണ് 2Dയിൽ പറയുന്ന ഒരു ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് നോക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇതും കൃത്യമായി മനസ്സിലാവും. ഈ 2Dയിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ സൊസൈറ്റി ഓർ ബാങ്ക് shall be allotted with the prior approval of the RCS based on the resolution passed by the general body of the society or bank concerned. Simple അല്ലേ? അത്ര തന്നെ. ഇനി സംഘത്തിൻ്റെ അഴിമതിയും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റുന്നതിന് വേണ്ടി കൂടിയാണല്ലോ ഇപ്പോഴത്തെ ഒരു സമഗ്രമായ ഭേദഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ സുപ്രധാനമായ വളരെ ലീക്ക് പ്രൂഫായിട്ടുള്ള അമെൻമെൻറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഈ നമ്മളിപ്പോൾ കണ്ട 2Dയിൽ RCSൻ്റെ ഒരു കൺട്രോള്, RCSൻ്റെ പിന്നെ ഓഡിറ്റ്, ഇൻസ്പെക്ഷനും എൻ്റെ ചുമതല, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു പിടി, ഒരു കൺട്രോൾ ഇതിന് ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു അമെൻമെൻ്റാണ് സെക്ഷൻ 2. അതിൽ സംഘം അതിൻ്റെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൈമാറി, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും അസറ്റ്സ് പണയപ്പെടുത്തി ലീസിന് കൊടുത്തു. ഈ സാഹചര്യത്തിലൊക്കെ ഈ സംഘം അല്ലെങ്കിൽ ബാങ്ക് അതിൻ്റെ പൊതുയോഗം പാസ്സാക്കുന്ന റെസൊല്യൂഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രയർ അപ്രൂവൽ വാങ്ങിയിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വാങ്ങിയിരിക്കണം. അപ്പോൾ സബ്സെക്ഷൻ 2E സംബന്ധിച്ച് കൃത്യമാണ്. ഒരു സംഘം അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അസറ്റ്സ് ലീസ് ചെയ്യുക, പണയപ്പെടുത്തുക. ഈ രണ്ട് കേസിലും ജനറൽ ബോഡിയുടെ റെസൊല്യൂഷൻ ഉണ്ടാകണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതിയും ഉണ്ടാകണം. ഗവൺമെൻറ് കൺട്രോളാണ് ഈ ഒരു ക്ലോസിലൂടെ ഈ അമെൻമെൻറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. സിമ്പിളും വെരി ഇമ്പോർട്ടൻറ്റുമാണ്. സുഹൃത്തുക്കളെ ഇനിയാണ് സുപ്രധാനമായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു അമെൻമെൻറ്റ് ഭേദഗതി നിർദ്ദേശം 14AA 3 സബ്സെക്ഷനാണ് ഇതിനകത്തുള്ളത്. 4ാമതായി കൊണ്ടുവന്നത് നമ്മൾ ഇപ്പോൾ ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും RCSൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും കൺട്രോളിനെ സംബന്ധിച്ചും ഉള്ള ക്ലാസുകൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഈ ക്ലോസിലൂടെ അല്ലെങ്കിൽ ഈ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നത് കണ്ടു. എന്നാൽ ഇനിയാണ് രസം. 4ാമതായി പറഞ്ഞിരിക്കുന്നത് ഈ സെക്ഷനിലെ നമ്മളിപ്പോൾ സംസാരിച്ച വ്യവസ്ഥകളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും, നോട്ട് ദ പോയിൻറ്റ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തു തന്നെ ആയിരുന്നാലും ഈ 2023 കേരള സഹകരണ സംഘം ഭേദഗതി അമെൻമെൻറ്റ് ആക്ടിൻ്റെ തുടക്കം, പ്രാരംഭത്തിലോ അതിനുശേഷമോ യാതൊരു അനുബന്ധ സ്ഥാപനവും ഈ വകുപ്പ് പ്രകാരം പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ലാത്തതാണ്. ഇത് കണ്ടീഷൻസിൽ ഇതൊക്കെ പറയും. പക്ഷേ ഈ ആക്ട് അമെൻമെൻറ്റ് വന്നതോടുകൂടി ഈ അനുബന്ധ സ്ഥാപനങ്ങൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ യാതൊരു സാഹചര്യത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതും, പക്ഷേ 2023 ഈ അമെൻമെൻറ്റ് ആക്ടിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പഴയ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ, നിലവിലുള്ള ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരികയാണ് എങ്കിൽ ഈ പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള സബ്സെക്ഷൻസ് അതിന് അപ്ലൈ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമല്ല ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ 4ാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഭേദഗതി അമെൻമെൻറ്റ്. അത് എല്ലാ കൂട്ടുകാരും വളരെ പ്രധാനത്തോടു കൂടി തന്നെ നോട്ട് ചെയ്യുന്നതാണ്. ആ ടെക്സ്റ്റ് കൂട്ടുകാർ കാണാൻ വേണ്ടി കഴിയും. ഞാനൊന്ന് വായിക്കാം. ഞാനീ പറഞ്ഞ ഒരു വസ്തുതയുടെ ഒരു ഇംഗ്ലീഷ് വെർഷൻ തന്നെയാണ്, വളരെ സിമ്പിളാണ്. ഇനി വായിച്ചാൽ അത് ആർക്കും കൃത്യമായി. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദ സെക്ഷൻ, no subsidiary institution shall be promoted under the section on or after the commencement of Kerala Cooperative Societies Amendment Act of 2023
and the existing subsidiary institution registered and working immediately before the commencement of this Kerala Cooperative Societies Amendment Act of 2023 shall continue its operation subject to the foregoing provisions in subsection 1 to 3 and in the manner as may be prescribed. കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞ ആ പ്രൊവിഷൻസ് എല്ലാം തന്നെ ഇനി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ക്ലാസ്സാണ് സബ്സെക്ഷൻ 4 ആയിട്ടുള്ള ഈ ഇൻസെർഷൻ. ഈ ഭേദഗതിയുടെ 8ാമത് ഭേദഗതി ആയിട്ട് വന്നിട്ടുള്ളത് സെക്ഷൻ 14 ബിയിൽ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്കെല്ലാം അറിയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പങ്കാളിത്ത ബിസിനസ്സാണ്. 2 അതിലധികമോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഈ ആക്ടിൻ്റെ ഈ സെക്ഷൻ പ്രകാരം പങ്കാളിത്ത വ്യവസ്ഥയിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷം ഉണ്ടാകണം. പിന്നെ 15 ദിവസത്തെ ക്ലിയർ നോട്ടീസ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ പൊതുവിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിന് അനുകൂലമായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. സുപ്രധാനമായ ഒന്ന് നമ്മുടെ 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ, അതായത് കേന്ദ്ര ആക്ട്, അതിൽ വിവക്ഷിക്കുന്ന പാർട്ണർഷിപ്പ് ബിസിനസ് അല്ല ഇത്. അതിന് വ്യത്യസ്തമായി ഒരു പങ്കാളിത്ത ഒരു ബിസിനസ് ചെയ്യാനുള്ള അവസരം ആണ് സെക്ഷൻ 14 ബിയിൽ നൽകുന്നത്. അതിൽ ഒരു ഭേദഗതി ആണ്, അമെൻമെൻ്റ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സുപ്രധാനമായ അമെൻമെൻറ്റ്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ ഈ സെക്ഷനിൽ വന്നിരിക്കുന്ന പ്രധാന ഭേദഗതി സെക്ഷൻ 14 ബിയിലെ സബ്സെക്ഷൻ 1 ഒരു സെക്ഷനാണ് അതിനകത്ത് സബ്സെക്ഷനായിട്ടുള്ളത്. അതിനുശേഷം 4 ഇൻസെർഷനാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ സെക്ഷൻ 1A, 1B, 1C ആൻഡ് 1D ഇങ്ങനെ 4 ഇൻസെർഷനാണ് ഈ സബ്സെക്ഷനിൽ പുതിയതായി അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പങ്കാളിത്ത ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് സംഘം തയ്യാറാക്കി ജനറൽ ബോഡിയിൽ സബ്മിറ്റ് ചെയ്യണം. അതാണ് സബ്സെക്ഷൻ 1A പറയുന്ന ഒരു അമെൻമെൻറ്റ്. അത് നേരത്തെ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് സൊസൈറ്റി തയ്യാറാക്കി അതിൻ്റെ ജനറൽ ബോഡിയിൽ വെച്ച് പാസ്സാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ സബ്സെക്ഷൻ. അതുപോലെ തന്നെ 1Bയിൽ പറയുന്നത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ജനറൽ ബോഡി അപ്രൂവ് ചെയ്ത് രജിസ്ട്രാർ മുഖാന്തരം ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി അയക്കണം. അതാണ് 1Bയിൽ പറയുന്നത്. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ജനറൽ ബോഡിയിൽ സമർപ്പിക്കുക 1A. ജനറൽ ബോഡി അപ്രൂവ് ചെയ്ത പ്രോജക്റ്റ് റിപ്പോർട്ട് RCS മുഖാന്തരം ഗവൺമെൻറ്റിലേക്ക് അയക്കുക. അത് 1B. ആ 2 അമെൻമെൻറ്റും കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായല്ലോ. ഇനി അവശേഷിക്കുന്ന 2 അമെൻമെൻറ്റും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. 1C എന്താണെന്ന് നോക്കാം. ഇത്തരം പങ്കാളിത്ത ബിസിനസ്സുകൾ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഇത്തരം അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സംഘങ്ങളുടെ ഓഡിറ്റ്, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ റെക്കോർഡ്സിൻ്റെ വെരിഫിക്കേഷൻ, ഇവ കൃത്യമായി RCS നിർവഹിച്ചിരിക്കണം, രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിർവഹിച്ചിരിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് 1Cയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവസാനമായും വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് 1Dയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റൈസ് ചെയ്യേണ്ട ഒരു സംഗതി വന്നാൽ, ഒരു ആവശ്യകത വന്നാൽ, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയർ സാങ്ഷൻ ഇക്കാര്യത്തിൽ നേടിയിരിക്കണം എന്ന് കൃത്യമായി 1Dയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 അമെൻമെൻറ്റാണ്. 14Bയിൽ പങ്കാളിത്ത ബിസിനസ്സുമായി, പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി കൊണ്ടുവന്നിരിക്കുന്ന സബ്സെക്ഷൻ 1A, 1B, 1C ആൻഡ് 1D. നമുക്കറിയാം 1Aയിൽ അതിൽ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് ജനറൽ ബോഡി പാസ്സാക്കിയിരിക്കണം. 1Bയിൽ പറയുന്നത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് RCS മുഖാന്തരം ഗവൺമെൻറ്റിലേക്ക് അപ്രൂവലിന് വേണ്ടി അയക്കണം. 1Cയിൽ പറയുന്നത് RCS ആവശ്യമായ ഘട്ടത്തിൽ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ റെക്കോർഡ്സ് ഓഫ് such societies. അതുപോലെ തന്നെ 1Dയിൽ അവസാനമായി പറയുന്നത് ഇൻ കേസ് ഓഫ് എനി സിറ്റുവേഷൻ ഓഫ് ഫണ്ട് റൈസിംഗ് ദ പാർട്ണർഷിപ്പ് ബിസിനസ് നീഡ്സ് പ്രയർ സാങ്ഷൻ ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഫണ്ട് റൈസിംഗ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട സംഘങ്ങൾ സർക്കാരിൻ്റെ പ്രയർ സാങ്ഷൻ
നേടിയിരിക്കണം എന്നുള്ളതാണ് 1Dയിൽ പറയുന്ന പ്രധാനപ്പെട്ട. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ നോക്കിയാൽ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാവും. ഞാനത് വളരെ പെട്ടെന്ന് തന്നെ പറയാം, നിങ്ങൾക്കത് പോപ്പപ്പായിട്ട് കാണാനും കഴിയുന്നു. സബ്സെക്ഷൻ 1A അമെൻമെൻറ്റ് 14Bയിൽ വന്നിരിക്കുന്ന സബ്സെക്ഷൻ 1A, ഞാനതിൻ്റെ ടെക്സ്റ്റ് വായിക്കാം, അത് കൃത്യമായിട്ട് ഇനി കൂട്ടുകാർക്ക് മനസ്സിലാവും. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് shall be prepared by the societies concerned, and the same shall be submitted to the general bodies of such societies for approval. അത് ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് 1A. ഇനി 1Bയിൽ പറയുന്ന ടെക്സ്റ്റ്, the project report approved by the general bodies of the societies concerned shall be submitted to the government through registrar for the approval of the formation of such partnership cooperative societies in the manner as may be prescribed എന്നാണ് സബ്സെക്ഷൻ 1Bയിൽ പറയും. മൂന്നാമത് സബ്സെക്ഷൻ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. 1Cയിൽ പറയുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അത് വളരെ കൃത്യമായി, the registrar shall conduct audit, inspection and verification of records in such societies in the manner as may be prescribed. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1D അവസാനമായി പറയുന്ന ഇൻസേർട്ട് ചെയ്ത സബ്സെക്ഷൻ്റെ ടെക്സ്റ്റ് ഇംഗ്ലീഷ് വേർഷൻ നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് റൈസിംഗ് എ ഫണ്ട് ഫോർ സച്ച് പാർട്ണർഷിപ്പ്, പ്രയർ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷാൽ ബി ഒബ്റ്റൈൻഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതിൻ്റെയും കൃത്യമായ മലയാളം നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത അമെൻമെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് ഭേദഗതി എന്താണെന്ന് പരിശോധിക്കാം. വളരെ കൃത്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭേദഗതിയാണ്, എന്നാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഭേദഗതിയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെക്ഷൻ 14 KCS ആക്ടിൻ്റെ സെക്ഷൻ 14 നമ്മളൊരു കാര്യം വ്യക്തമായി പറഞ്ഞു, അവിടെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്താണ്? അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ സെക്ഷൻ 14 നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരു കേസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? മെർജർ അല്ലെങ്കിൽ ലയനം എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസേർഷൻ ആണ് സെക്ഷൻ 15 പറയുന്നത്. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സെക്ഷൻ 15 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം എന്നുള്ളതാണ് സെക്ഷൻ 15 പറയുന്നത്. നമ്മൾ 3 കാര്യങ്ങളാണ് നേരത്തെ സെക്ഷൻ 14 പഠിച്ചത്. 1 അമാൽഗമേഷൻ, 2 ഡിവിഷൻ, 3 ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഈ 3 കേസിലും നമുക്ക് ബന്ധപ്പെട്ട സംഘങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാകും എന്ന് നമ്മൾ ആ ഘട്ടത്തിൽ പഠിച്ചു. ഇനി ഒരു പുതിയ സംഭവം, ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മെർജർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് സെക്ഷൻ 15 ആഡ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് പറയേണ്ടത് തന്നെയാണ്. അത് നമുക്ക് നോക്കാം. നമ്മൾ സെക്ഷൻ 15 3 സബ്സെക്ഷൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ഇനി ഒരു ഇൻസെർഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അത് സബ്സെക്ഷൻ 4 ആയിട്ടാണ്. അത് സ്വാഭാവികമായിട്ടും മെർജിങ് എന്ന് പറയുന്ന മെർജർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംഭവം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ 2 അതിലധികമോ സൊസൈറ്റീസ് മെർജ് ചെയ്ത് ഒരു പുതിയ സൊസൈറ്റിയായി മാറിയാൽ മെർജ് ചെയ്യപ്പെട്ട സൊസൈറ്റീസിന് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതാണ് സബ്സെക്ഷൻ 4 ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതൊരു ബോഡി കോർപ്പറേറ്റ് അല്ലാതെ ആയി മാറും എന്നും അതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് കൃത്യമായി പറയുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചാൽ കൂട്ടുകാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ എന്താണ് സബ്സെക്ഷൻ 4 വേർ 1 or more societies are merged, ശ്രദ്ധിക്കുക, with another society in accordance with the provisions of section 14. നേരത്തെ പറഞ്ഞു, the registration of each merging society shall stand cancelled and shall be deemed to have been dissolved and shall cease to exist as a body corporate. ക്ലിയർ ആയല്ലോ? സംഭവം ഇത്ര തന്നെ. സുഹൃത്തുക്കളെ, ഇനി വളരെ രസകരമായ ഒരു പുതിയ ഇൻസെർഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് 10ാമത്തെ ഭേദഗതിയാണ്, ഒരു 10ാമത്തെ അമെൻമെൻറ്റ്. അത് സെക്ഷൻ 16 അറിയാം. സെക്ഷൻ 16 വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സൺ ഹൂ മേ ബിക്കം മെമ്പേഴ്സ്.
ആർക്കാണ് ഒരു സഹകരണ സംഘത്തിൽ അംഗത്വം ലഭിക്കുന്നത്? അംഗത്വം കിട്ടാനുള്ള കണ്ടീഷൻസാണ് സെക്ഷൻ 16 പറയുന്നത്. നമുക്ക് ഏവർക്കും അറിയാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഇൻഡിവിജ്വൽസിന് പിന്നെ മെമ്പർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ എനി അതർ സൊസൈറ്റീസ് ആണെങ്കിൽ അതിന് മെമ്പർഷിപ്പ് കൊടുക്കാം. അതുപോലെ LSG നമ്മൾ നേരത്തെ കണ്ടാണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതിന് കൊടുക്കാം. പിന്നെ പക്ക ഗവൺമെൻറ്റിന് മെമ്പർഷിപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും നിയമത്താൽ രൂപീകൃതമായ ഒരു ബോഡി ഓഫ് പേഴ്സൺ, അതിന് മെമ്പർഷിപ്പ് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇവർക്കൊക്കെയാണ് ഒരു സംഘത്തിൽ മെമ്പർഷിപ്പിന് സാധ്യതയുള്ളത്. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പുതിയൊരു ഇൻസെർഷൻ സബ്സെക്ഷൻ 1A ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 1A വളരെ ഒരു ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. അതായത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, യുവജന സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്ന പുതിയ കാറ്റഗറി നമ്മൾ പഠിച്ചു. അത് വരുമ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഒരു കണ്ടീഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഭേദഗതിക്ക് നിദാനമായി വന്നിട്ടുള്ളത്. അവിടെ പറയുന്നത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ മാക്സിമം ഏജ് ലിമിറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ് 45 ഇയേഴ്സ്. സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, കേരളത്തെ സംബന്ധിച്ച് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു അപ്പർ ഏജ് ലിമിറ്റ് നിശ്ചയിക്കുക എന്ന് പറയുന്ന പ്രയാസമുള്ള കേസാണ്. ഇപ്പോൾ പല നമ്മുടെ യുവജന സംഘടനകളിൽ തന്നെ 60 വയസ്സായ യുവാക്കളെ നമ്മൾ ഒത്തിരി കാണുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ സഹകരണ സംഘത്തിൽ ഒരു 45 ഇയർ ആയിട്ട് അതിനെ നിജപ്പെടുത്തിയിരിക്കുന്നു. അതെന്തായാലും അതാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. നേരത്തെ തന്നെ മെമ്പർഷിപ്പിൽ വന്ന ഒരാൾ 45 വയസ്സ് തികഞ്ഞ് അതിന് എക്സീഡ് ചെയ്താൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാശയക്കുഴപ്പം വരുന്ന കേസാണ്. മെമ്പർഷിപ്പിന് 45 ആയോ ഇല്ലെന്ന് ചോദിച്ചു കൊടുക്കാം. മെമ്പർ ആയിക്കഴിഞ്ഞാൽ കാലം കഴിയും, 45ലേക്ക് എത്തും. അങ്ങനെ വരുന്ന കേസിന് 45 വയസ്സെന്നാണോ എത്തുന്നത്, അയാളുടെ ഒരു സാധാരണ മെമ്പർഷിപ്പ് സീസാവും. അതിനുശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പിൽ തുടരാം എന്നുള്ളതാണ് ആ ഒരു അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, രസകരമാണ്. ഇവിടെ 1A പറയുന്ന ആ ഒരു ടെക്സ്റ്റ് വായിച്ചാൽ ഇനി കൂട്ടുകാർ, ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹു ഹാസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് 45 ഇയേഴ്സ് provided that on attaining 45 years the membership of such members shall cease to exist എന്നാണ് പറയുക. ആൻഡ് they shall become associate member of the society. ക്ലിയർ ആയല്ലോ? ടെക്സ്റ്റ് ഇനി വായിച്ചാൽ കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലാവും. ഇത് ഇത്ര തന്നെ. സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. ബാക്കി ഭാഗങ്ങളുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.